കേരളത്തിൽ ആദരണീയരായ ഷെയ്ഖുന സുൽത്താൻ ഉലമ ഉസ്താദ് അവറുകളുടെ കേരളയാത്ര നടക്കുകയാണ്. നമ്മളിങ്ങനെ ഒരു യാത്രാ വഴിയാണ്. അപ്പോൾ കേരളയാത്രയുടെ വാഹനങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു സ്ഥലത്ത് നമ്മൾ സുൽത്താൻ ഉലമ AP ഉസ്താദ് അവറുകളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കേരളയാത്ര നടക്കുകയാണ്. മൂന്നാമത്തെ കേരളയാത്ര. ആ കേരളയാത്ര ഇപ്പോൾ ഇത് കറക്റ്റ് സ്ഥലം ഇവിടെ പഴയങ്ങാടി പാസ് ചെയ്യുന്നു. പഴയങ്ങാടി പാസ് ചെയ്യാണ്. പഴയങ്ങാടി ടൗണിൽ അവർക്ക് സ്വീകരണവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും നമ്മൾ ഈ കാലഘട്ടത്തിൽ ആദരണീയരായ സുൽത്താൻ ഉലമ ഉസ്താദ് അവറുകൾ ചെയ്യുന്ന ഒരു വലിയ സേവനമാണ് ഈ കേരളയാത്ര. വലിയൊരു സേവനം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സേവനം. ഇന്ന് നമ്മുടെ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വർഗീയതയാണ്. നമ്മുടെ രാജ്യം എത്ര പുരോഗമിച്ചാലും വർഗീയത ഉണ്ടെങ്കിൽ ആ രാജ്യങ്ങളൊക്കെ നശിച്ചു പോവുകയുള്ളൂ. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ പുരോഗമനങ്ങളും ഒരു വർഗീയ കലാപത്തിൽ കത്തിക്കരിഞ്ഞ് നശിച്ച് നാമാവശേഷമാകും. അപ്പം നോക്കൂ, ആദരണീയരായ സുൽത്താൻ ഉലമ അവിടത്തേക്ക് 94 വയസ്സായി. ഈ 94ാമത്തെ വയസ്സിൽ വളരെ അവശതയുള്ള ഒരു സന്ദർഭമാണ്. അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തും ദീർഘായുസ് നൽകട്ടെ. അവിടുന്ന് കേരളീയ ജനതയുടെ ഹൃദയത്തിൽ മനുഷ്യർക്കൊപ്പം എന്ന മഹത്തായ പ്രമേയവുമായി, അതായത് ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മനോഹരമായ ഉർവരതകൾ അത് സമ്മാനിച്ച് അവിടുന്ന്, കാരണം നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉള്ള നാടാണ്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസൽമാന്മാരും എല്ലാവരും ഉള്ള നാടാണ് നമ്മുടെ നാട്. അപ്പോൾ ആ നാട്ടിൽ സ്നേഹത്തിന്റെ മഹത്തായ സന്ദേശവുമായി ജനങ്ങൾക്കിടയിൽ നന്മ, സൗഹാർദ്ദം, ഐക്യം, മതസൗഹാർദ്ദം എന്നീ മഹത്തായ മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം അത് ലോകത്തെ പഠിപ്പിച്ച വലിയ മൂല്യങ്ങൾ. ആ മൂല്യങ്ങളൊന്നും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഉസ്താദ് അവറുകൾ നടത്തുന്ന കേരളയാത്ര അത് സംഭവ ബഹുലമാണ്, ചരിത്ര ബഹുലമാണ്. ആദരണീയരായ ഉസ്താദ് അവറുകളുടെ വാഹനം വരുവാണ് കേട്ടോ. മാഷാ അല്ലാഹ്. ഈ വണ്ടിക്കകത്താണ് ഉസ്താദ് ഉള്ളത്. പാസ് ചെയ്ത് പോയി വണ്ടി അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഇന്ന് കാസർഗോഡ് മഞ്ചേശ്വരം ഉദ്യാവാർ മക്കാമ റൂസാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോകുന്ന വഴിയിൽ നമ്മുടെ കേരളയാത്ര കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. മാഷാ അല്ലാഹ്. സമാപന സമ്മേളനമൊക്കെ ഗംഭീരമാണ്. ഇന്നലത്തെ കാസർഗോഡത്തെ സമാപനമൊക്കെ കേരളം കണ്ട, കേരളത്തിൽ ചില ആളുകൾക്ക്, അതായത് ചില പൊളിറ്റീഷ്യൻസിനൊക്കെ ചില വിചാരമുണ്ട്, ഞങ്ങളെ കൊണ്ട് മാത്രമേ ഇങ്ങനെ വലിയ സമ്മേളനങ്ങളും വലിയ യാത്രകളും ഒക്കെ നടത്താൻ പറ്റുള്ളൂ എന്ന്. AP ഉസ്താദ് പറഞ്ഞ് അങ്ങനെയല്ല, നിങ്ങളെ കൊണ്ടല്ല, നമ്മളെ കൊണ്ടും അതൊക്കെ നടത്താൻ പറ്റും. ശരിക്കും AP ഉസ്താദൊക്കെ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ ഒരു പ്രൈം മിനിസ്റ്റർ ആവാനുള്ള എല്ലാ ബുദ്ധിയും കഴിവും എല്ലാം ഉസ്താദിനുണ്ട്. ഉസ്താദ് ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ ഫീൽഡ് ഉസ്താദ് തെരഞ്ഞെടുത്തില്ല. ഉസ്താദ് ദീനി ദഅവത്തുമായി ബന്ധപ്പെട്ട് ഇന്ത്യ രാജ്യത്ത് ഇന്ന് വരെ ഇന്ത്യയുടെ ഇസ്ലാമിക ചരിത്രത്തിൽ ആരും സാധിക്കാത്ത വിപ്ലവാത്മകമായ സുഹൃതങ്ങളുടെ വിപ്ലവം, ധാർമ്മിക വിപ്ലവം അത് സാധിച്ചു. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഉസ്താദ് അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഉസ്താദിന്റെ കേരളയാത്ര അത് നമ്മുടെ കണ്ണൂരിലെ പഴയങ്ങാടിയല്ലേ ഇത്, പഴയങ്ങാടി വഴി കടന്നുപോയി. ഇന്നിപ്പോൾ പഴയങ്ങാടി ടൗണിൽ അതിന്റെ സ്വീകരണം നടക്കുമായിരിക്കും. ഞങ്ങൾ ഇങ്ങോട്ടുള്ള യാത്രയാണ്. കൊല്ലത്തുനിന്ന് പുറപ്പെട്ടതല്ലേ, യാത്രാക്ഷീണമൊക്കെ ഉണ്ട്. എന്നോടൊപ്പം ബഹുമാനപ്പെട്ട കൻസുൽ ജന്ന റാഷിദ് ജോഹരി ഉസ്താദുണ്ട്. സാർ, നിങ്ങൾക്ക് പാട്ടുകൾ അറിയാമോ? കേരളയാത്രയുടെ പാട്ട് അതെല്ലാം ലൈവിൽ കുറച്ച് ആൾക്കാർ വന്നു, 5 പേര് വന്നു. നമ്മളെ പഴയ പാട്ടുണ്ടല്ലോ, നമ്മളെ ഷുക്കൂർ ഇർഫാനി ഉസ്താദിന്റെ പാട്ട്. കാന്തപുരം വരവായി മാനസഭൂമികയിൽ സ്നേഹതുഷാരമായി, ശാന്തി സുമങ്ങളുമായി കാന്തപുരം വരവായി മാനസഭൂമികയിൽ സ്നേഹതുഷാരമായി, മാനവമോചന കാവ്യം മനമിൽ സാന്ത്വന മന്ത്രം, മാനവമോചന കാവ്യം
മനമിൽ സാന്ത്വന മന്ത്രം ശാന്തി സുമങ്ങളുമായി കാന്തപുരം വരവായി മാനസഭൂമികയിൽ സ്നേഹതുഷാരമായി. ബാക്കി എന്താ? ബാക്കിയുണ്ട്. ഊഷരഭൂമികൾ ഉഴുതുമറിച്ചു കളിച്ചിടണം സലിലം. ദേശമിലുന്മയിലൊത്തു നടു ഇടുമാനവ സ്നേഹഫലം. കടുത്ത വിദ്വേഷത്തിൻ വിത്തുകൾ അടർത്തി മാറ്റിടണം. തളിർത്തു മാനവ സൗഹൃദ പൂവനി പടർത്തുവാൻ സബദം. മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ. അകമിൽ സഹജീവി സ്നേഹ സുമങ്ങൾ വിടരട്ടെ. മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ. അകമിൽ സഹജീവി സ്നേഹ സുമങ്ങൾ വിടരട്ടെ. കേരളയാത്ര സിന്ദാബാദ്, കേരളയാത്ര സിന്ദാബാദ്, കേരളയാത്ര സിന്ദാബാദ്. ശാന്തി സുമങ്ങളുമായി കാന്തപുരം വരവായി മാനസഭൂമികയിൽ സ്നേഹതുഷാരമായി. മാഷാ അല്ലാ, ഈ ഒരു പാട്ടുണ്ടല്ലോ കേരളത്തിലെ ചരിത്രത്തിൽ ഉണ്ടാക്കിയ ഓളം ഭയങ്കര സംഭവമാണ്. മാഷാ അല്ലാ, അത് എത്ര വളരെ അർത്ഥമുള്ള വരികളാണ്. ഷുക്കൂർ ഇർഫാൻ ഉസ്താദ് അള്ളാഹു അനുഗ്രഹം നൽകട്ടെ. നല്ല വരികളാണത്. കാരണം അത് എ പി ഉസ്താദ് എന്തൊരു ഉദ്ദേശത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടോ ആ ഉദ്ദേശത്തെ പക്ക പാട്ടിലൂടെ പ്രതിഫലിപ്പിക്കുന്ന ആ ഒരു പാട്ട്. ഏതായാലും ഇൻഷാ അല്ലാ നമ്മൾ ലൈവ് അവസാനിപ്പിച്ച് നമ്മൾ യാത്ര തുടരാൻ പോവാണ്. എല്ലാവരും ദുആ ചെയ്യുക. അള്ളാഹു നമ്മുടെ പ്രസ്ഥാനത്തിനും സുൽത്താനുൽ ഉലമയ്ക്കും എല്ലാവിധ ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാഷിദ് ഉസ്താദ് ഇൻഷാ അല്ലാ എല്ലാവരും ദ്വാരക്കി. അൽഹംദുലില്ലാ, മഹാനരായ സുൽത്താനുൽ ഉലമയുടെ കേരള യാത്ര അള്ളാഹു വലിയ വിജയത്തിലാക്കി കൊടുക്കട്ടെ. നിങ്ങളൊക്കെ ഉസ്താദിന്റെ രോഗ സമയത്തൊക്കെ എല്ലാവരും വല്ലാതെ വിഷമിച്ച സമയത്തൊക്കെ നമ്മളെല്ലാം ദ്വാരുന്നിട്ടാണ് ഉസ്താദിന് ഈ ഒരു മൂന്നാമത്തൊരു കേരള യാത്രയിലേക്ക് ഉസ്താദിന് എത്താൻ ഭാഗ്യം അല്ലാഹു കൊടുത്തത്. ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ യാത്ര ഇനിയും മനോഹരമാകണം. നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ഉസ്താദിനും ഉസ്താദ് ഇറങ്ങി പുറപ്പെട്ട എന്താണ് മനോഹരമാവാത്തത് അല്ലേ? അതെ അതെ അതെ. മാഷാ അല്ലാഹ്, ഉസ്താദ് ചരിത്രമല്ലേ? ഉസ്താദ് ചരിത്രമാണ്. ചരിത്രം മനോഹരമായി. അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.